പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ കേസിൽ രാജ്യവ്യാപക റെയ്ഡുമായി NIA 8 സംസ്ഥാനങ്ങളിലെ 15 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഡൽഹി, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഹരിയാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അസം എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, എന്തൊക്കെ നിർണായക വിവരങ്ങൾ ഈ പരിശോധനയിൽ കണ്ടെത്തി എന്നതിൻ്റെ സൂചനകളോ വിവരങ്ങളോ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഈ പാകിസ്ഥാൻ ചാരവൃത്തി നടത്തിയതുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ഇൻഫ്ലുവൻസർ, അതുപോലെ തന്നെ CRPF ഉദ്യോഗസ്ഥൻ തുടങ്ങിയ നിരവധി പേരെയാണ് ഈ പല അന്വേഷണ ഏജൻസികളും അതുപോലെ പോലീസും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് NIA കൂടി ഇപ്പോൾ ഇതിനെതിരെ പാകിസ്ഥാൻ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിയത്. 8 സംസ്ഥാനങ്ങളിലെ 15 ഇടങ്ങളിലാണ് ഈ റെയ്ഡ് നടത്തിയത്. ഡൽഹി, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഹരിയാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അസം എന്നിവിടങ്ങളിലാണ് NIAയുടെ നടപടി ഉണ്ടായത്. ഇതിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിരവധി ഡോക്യുമെന്റുകളും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ സൈനിക പരമായിട്ടുള്ള സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ, ഇതെല്ലാം പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസറുമായി അവർക്ക് പങ്കുവച്ചതുമായുള്ള ചില സൂചനകൾ NIAക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ 15 ഇടങ്ങളിലായി NIA റെയ്ഡ് നടത്തിയത്. എന്തായാലും റെയ്ഡിൽ നിരവധി ഉപകരണങ്ങളും ഡോക്യുമെന്റുകൾ, ഫിനാൻഷ്യൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള നിർണായക വിവരങ്ങൾ അടക്കം ഇപ്പോൾ NIA ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികൾ അടുത്ത മണിക്കൂറിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ. അച്യുതൻ, ഇപ്പോൾ ജ്യോതി മൽഹോത്രയിൽ തുടങ്ങി, സമീപ ദിവസങ്ങൾ പരിശോധിച്ചാൽ ജ്യോതി മൽഹോത്രയിൽ തുടങ്ങി ഇന്നിപ്പോൾ മുംബൈയിൽ യുദ്ധക്കപ്പലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരാൾ ചോർത്തി നൽകി, അയാൾ അടക്കം പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് എന്ന് അപ്പോൾ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് NIAയുടെ ഇപ്പോഴത്തെ നീക്കങ്ങളെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അത് തന്നെയാണ്. അതായത് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർമാർ വ്യാജ അക്കൗണ്ടുകളിലൂടെ ഇന്ത്യയുടെ പല ആളുകളുമായി ബന്ധപ്പെട്ടതായും ഒപ്പം തന്നെ ചില ഇൻഫ്ലുവൻസർ, നമ്മൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ജ്യോതി മൽഹോത്രയെ പോലുള്ള ഇൻഫ്ലുവൻസർ വഴി ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചതായും നേരത്തെ CRPF ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെച്ചായും NIA കണ്ടെത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിൽ കൂടിയാണ് NIA രാജ്യവ്യാപകമായി ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. ആ നടപടിക്ക് ശേഷമാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള രേഖകൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നടപടികൾ. ശരി അച്യുതൻ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 8 സംസ്ഥാനങ്ങളിലെ 15 കേന്ദ്രങ്ങളിലായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഈ പരിശോധന. വളരെ സുപ്രധാന വിവരങ്ങൾ അതിൽ കിട്ടിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും എന്ന വിവരം കൂടി വരുന്നുണ്ട്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.